ഇടതുപക്ഷ സഖാക്കൾ തമ്മിൽ തല്ലുന്നത് കാണാമെന്ന് കരുതി കാത്തിരുന്നവർക്കൊക്കെ കാത്തിരിപ്പ് ഇനിയും തുടരേണ്ടി വരും. വൻ വിജയമായിക്കൊണ്ടാണ് CPIM സംസ്ഥാന പാർട്ടി കോൺഗ്രസ് ഇന്നലെ കൊല്ലത്ത് സമാപിച്ചത്. CPIMന്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ യുവ നേതാക്കന്മാർക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള നേതൃത്വ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്രമാത്രം യുവജനങ്ങളെ പൊതുസമൂഹത്തിലേക്ക് സേവന തൽപരരായി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയായിരുന്നു അനാരോഗ്യവും വിഭാഗീയ പ്രവർത്തനവും ഉള്ളവരെയും 2 ടേം പൂർത്തിയാക്കിയവരെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തത്. രാഷ്ട്രീയ ജീവിതത്തിനും ഭാഗികമായെങ്കിലും റിട്ടയർമെന്റ് ആവശ്യമാണ് എന്നുള്ളതിന്റെ തിരിച്ചറിവ് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഈ പുതിയ നയം. ഒരു വലിയ തലമുറ മാറ്റം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇന്നലെ നടന്നത്. മിക്കവരും പാർട്ടിയുടെ തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കുകയും പുതിയ മുന്നണി നേതാക്കന്മാരെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നതിനുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഒരു വലിയ പ്രസ്ഥാനത്തിൽ പലതരത്തിലും സ്വഭാവത്തിലുമുള്ള ആൾക്കാർ ഉണ്ടാകും. ചില തീരുമാനങ്ങളോട് യോജിപ്പും വിയോജിപ്പും മറ്റു പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ചെമ്മരിയാടുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന കോൺഗ്രസുകാർക്കും BJPക്കാർക്കും കിട്ടിയതൊരു വലിയ ആയുധമായി തോന്നി. പക്ഷെ അതൊക്കെ വെറും തോന്നലായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ്. പാർട്ടിക്കകത്തൊരു വെല്ലുവിളിയുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ആരോഗ്യകരമായ ചർച്ചയും സ്വയം വിമർശനവുമാണ് സമ്മേളന ദിവസങ്ങളിൽ നടന്നത് എന്നും പാർട്ടിക്കകത്ത് ഒരു അപസ്വരവും ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂർണ്ണമായും യോജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും പത്മകുമാർ ഒന്നും പാർട്ടിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ലെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. അതേസമയം പത്മകുമാർ സമൂഹ മാധ്യമത്തിൽ പ്രതിഷേധക്കുറിപ്പിടാനുണ്ടായ സാഹചര്യം പാർട്ടി ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പത്മകുമാർ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെന്നും മന്ത്രിമാർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലെങ്കിലും ക്ഷണിതാവാക്കുക എന്നത് കീഴ്വഴക്കമാണെന്നും രാജു എബ്രഹാം പറഞ്ഞു. വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷണിതാവാകുന്നത്. സംസ്ഥാന കമ്മിറ്റി മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള വേദിയാണ്. മറ്റ് മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. പത്മകുമാർ പാർട്ടിക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ്. പാർട്ടി ഭരണഘടനാ പ്രകാരം ഇത്തരം അഭിപ്രായങ്ങൾ പാർട്ടി ഘടകത്തിലാണ് പറയേണ്ടത് എന്ന് രാജു എബ്രഹാം വ്യക്തമാക്കി. മന്ത്രി എന്ന നിലയിൽ വീണയുടെ പ്രവർത്തനം മികച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആറന്മുള പോലെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി 2 തവണ മിന്നും വിജയം വീണ നേടി. വീണ ജോർജിന്റെ പ്രവർത്തനം എല്ലാവരും അംഗീകരിക്കുന്നു. 12-ന് ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം പുനഃപരിശോധിക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യും. KK ശൈലജയ്ക്ക് ശേഷം വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായി നിയമിക്കപ്പെടുമ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളും ആശങ്കകളും നിലനിന്നിരുന്നു. എന്നാൽ അതൊക്കെ വെറും ആശങ്കകൾ മാത്രമാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് മിന്നുന്ന വികസനമാണ് വീണ ജോർജ് നടപ്പിലാക്കിയത്. മാത്രമല്ല നിപ്പയുടെ 2ാം വരവിനെയും ഏറ്റവും ഫലപ്രദമായി ആദ്യമേ തന്നെ ഇല്ലാതാക്കാൻ വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞു എന്നതും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ കരുത്തുറ്റ വ്യക്തിത്വവും മികച്ച ഭരണപാഠവുമാണ് വീണ ജോർജ് പുലർത്തി വരുന്നത്. ജനസമ്മതയായ വീണ ജോർജിനെ മാറ്റി നിർത്തിയാൽ അത് പൊതുജനത്തിന് പോലും അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാകും. സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾക്ക് പരിമിതി ഉണ്ടല്ലോ. അതിൽ പലതരത്തിലും പ്രാതിനിധ്യം നൽകേണ്ടവരെ പരിഗണിക്കുന്നു എന്ന് കരുതി മറ്റുള്ളവർ പ്രാധാന്യം കുറഞ്ഞവരാണെന്നോ കഴിവ് കുറഞ്ഞവരാണെന്നോ അഭിപ്രായമില്ല. ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ തീരുമാനങ്ങളോട് യോജിച്ചു പോവുക എന്നുള്ളത് പാലിക്കേണ്ട നിയമമാണ്. തീരുമാനങ്ങളിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെയാണ്. പത്മകുമാറിനെ സ്വന്തം പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ 2 കൈയും നീട്ടി കോൺഗ്രസ് ഇരിക്കുന്നതൊക്കെ വെറുതെയാണ്. ഇത്രയും വർഷത്തെ സംഘടനാ പ്രവർത്തനമുള്ള ഒരു മുതിർന്ന ഇടതുപക്ഷ നേതാവിനെ അത്ര എളുപ്പത്തിലൊന്നും കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിലേക്ക് വലിച്ചിടാൻ കഴിയില്ല. അതിന് എത്ര ശ്രമിച്ചാലും പാഴ്വേല ആവുകയേ ഉള്ളൂ. അഭിപ്രായ ഭിന്നതകൾ മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഇത്രയും വലിയ ഒരു സമ്മേളനത്തിനു ശേഷം ഉണ്ടായ ചെറിയ ഒരു അഭിപ്രായ ഭിന്നതയെ പെരുപ്പിച്ചു കാട്ടി വീരവാദം പറയുന്നതെന്ന് ഓർക്കണം. പത്മകുമാറിനെ കാത്തിരിക്കുന്ന കോൺഗ്രസുകാർക്കും BJPക്കാർക്കും കാത്തിരുന്ന് വേരു പിടിക്കുകയേ ഉള്ളൂ.
ഇടതുപക്ഷത്തിന്റെ സാരഥി ഇപ്പോഴും ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ തന്നെയാണെങ്കിലും അണികളെ ഒരുമിപ്പിച്ചു നിർത്തി മുന്നോട്ട് പോകാനും തിരഞ്ഞെടുപ്പിനെ നേരിടാനും മൂന്നാം തുടർഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ കുറിക്കാനും പിണറായിക്ക് നന്നായി അറിയാം.